നിങ്ങൾ ഈ അടുത്തിടെയായിട്ട് വിവാഹങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാരേജസ്. ഞാൻ ഈ അടുത്ത കുറച്ച് നാളുകളായുള്ളൂ വിവാഹത്തെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ആ വിവാഹത്തിലൊക്കെ ഞാൻ അടുത്തിടെ കണ്ടൊരു പ്രത്യേകത പറയാം. ഈ മണവാട്ടി ഡാൻസ് കളിച്ചുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടില്ല? എനിക്ക് നിങ്ങൾ ലോകത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറിയായതുകൊണ്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ടാ ഞാൻ പല കല്യാണങ്ങൾ ശ്രദ്ധിച്ചു. ഇന്നലെയും കൂടെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു. അത് ഇപ്പോഴത്തെ കല്യാണമൊക്കെ നമുക്കിപ്പം ഈ 1 മണിക്കൂറിന് കാണേണ്ട കാര്യമില്ല. എല്ലാം കൂടെ ചേർത്ത് കംപ്രസ് ചെയ്ത് ഒരു 2 മിനിറ്റിനുള്ളിൽ അവർ കാണിക്കും. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അത്ഭുതമായി. ഇത് കല്യാണത്തിനല്ല, എൻഗേജ്മെന്റിന് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേന് കുറെ പേര് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു. അതിനടുവിൽ അപ്പന്റെ കൂടെ ഈ പെൺകുട്ടി നിൽക്കുകയാണ്, പെൺകുട്ടിയും ഡാൻസ് കളിക്കുക. ഇസ്രായേലി വിവാഹത്തിലൊക്കെ എങ്ങനെ ഡാൻസ് ഉണ്ട്. നമുക്കൊക്കെ ഇത് എന്നാ പറഞ്ഞത്, ഇതൊക്കെ പുത്തിരിയാണ്, പുതിയ കാര്യങ്ങളാണ്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം അതല്ല. ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഡാൻസ് ഇല്ലാത്ത ഒരൊറ്റ മണവാട്ടിയെ ഞാനിപ്പോ കാണുന്നുള്ളൂ. ഏത് മണവാട്ടിയാ? കർത്താവിന്റെ മണവാട്ടിക്ക് മാത്രം ഡാൻസ് ഇല്ല. കർത്താവിന്റെ മണവാട്ടിക്ക് മാത്രം ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, വിവാഹം അടുത്തു വരുന്നത് കാണുമ്പോൾ ഏത് മണവാട്ടിയുടെയും ഹൃദയം സന്തോഷം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് തുടിക്കും. പക്ഷേ കർത്താവിന്റെ മണവാട്ടിക്ക് എന്തേ അതില്ലാതെ പോകുന്നു? എന്റെ ഈ ദിവസത്തെ കൺസേൺ അതാ. എന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനത് പടിപടിയായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല അത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അടിസ്ഥാനങ്ങളെ കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം. കാരണം ഈ അടിസ്ഥാനം ശക്തമല്ലെങ്കിൽ ഈ മുകളിലോട്ട് എത്രമാത്രം ഇത് പണിതാലും എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വീഴും. അടിസ്ഥാനം ഉറപ്പിക്കണം നമ്മൾ. ഇനി കുറച്ചുകൂടെ പറയാം. ഈ എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വിശുദ്ധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നോണ്ട് വേണം വിശുദ്ധിയെക്കുറിച്ച് കേൾക്കാൻ. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ ആ പരീശന്മാരുടെ സ്റ്റാൻഡേർഡിലേക്ക് പോകും. എന്താ പരീശന്മാരുടെ പ്രത്യേകത? പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും അധികം വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ച ഒരു പരീശന്മാരാ. മണവാട്ടിയുടെ വിശുദ്ധി പൊരുതി നേടിയ വിശുദ്ധിയല്ല, ദൈവം അവളിൽ പ്രവർത്തിച്ച് ചെയ്തെടുക്കുന്ന വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അടിസ്ഥാനങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇന്ന് വായിച്ച വാക്യം തന്നെ ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം, ഹീബ്രൂസ് 8. ഞാൻ വീണ്ടും ഇത് പറഞ്ഞ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്യം ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ്. ഹീബ്രൂസ് 8 അതിന്റെ 10 വാക്യം, 10 മുതൽ 12 വരെ. ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സസ് 10 to 12. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെ തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. നമ്മള് 2 ആഴ്ചയായിട്ട് ഈ വചനം ചിന്തിക്കുന്നുണ്ട്. വീണ്ടും അതിന്റെ അകത്തൂടെ കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഒന്ന്, അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഞാൻ ഓർക്കുകയില്ല. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രോമിസ് അതാ. ഞാൻ എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ലെന്ന്. ഓർക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഓർക്കത്തില്ല. നമുക്ക് ഉറപ്പിക്കാം കർത്താവില്. ഇവിടെ നമ്മുടെ ഹൃദയം സ്വസ്ഥമായില്ലെങ്കിൽ എന്നും നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കർത്താവ് നമ്മളെ വിളിച്ചത് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെട്ടു എന്ന് നമ്മെ ഉറപ്പിക്കാനായിട്ട്. ഓക്കെ, കം. അടുത്തത് അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം, 11-ാം വാക്യം. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ
അറിയും. They shall not teach everyone his fellow citizen and everyone his brother, saying, know the Lord, for all will know me from the least to the greatest of them. ഇവിടെ പറയാണ് പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസ് ഇതാണ്. ഇനി ആരും കർത്താവിനെ അറിയുക എന്ന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഉപദേശിക്കേണ്ട കാര്യമില്ല. അവരെന്ത് ചെയ്യും? അറിയും എന്നാ പറഞ്ഞിരിക്കുന്നത്. അറിയും. പുതിയ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവിനെ അറിയും. എങ്ങനെ അറിയും? വ്യക്തിപരമായിട്ട് അറിയും. എന്താ ഈ വ്യക്തിപരമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അറിയുക എന്ന് പറഞ്ഞ ഒരു വാക്യം ഒന്ന് എടുത്തു. അപ്പം നമ്മള് 1 യോഹന്നാനില് വാക്യം ഒന്ന് നമ്മൾ നോക്കിയിരുന്ന വാക്യം 1 യോഹന്നാന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. Because I have written to you children, because you know the Father. ഇത് എഴുതി ആർക്ക് വേണ്ടിയിട്ടാ? അപ്പം പിതാവിനെ അറിയുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നേ. അതിന്റെ അർത്ഥം എന്നറിയാമോ? കുഞ്ഞുങ്ങളെ കുറിച്ച് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയത്തിൽ ജസ്റ്റ് വന്നവര്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ജനിച്ചവര്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും ജനിച്ചവനും ഇന്ന് രാവിലെ വീണ്ടും ജനിച്ചവനും അവനൊരു കാര്യം അറിയാം. എന്താണ്? അവന് പിതാവിനെ അറിയാം. വീണ്ടും ജനിക്കുന്ന മൊമെന്റിൽ, ഓൺ ദ സ്പോട്ട്, അവന്റെ ഉള്ളിൽ അവൻ ദൈവത്തെ അറിയുകയാണ്. ദൈവത്തെ അറിയുക. എങ്ങനെ ദൈവത്തെ അറിയുന്നേ? ദൈവത്തെ അറിയാതെ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന പ്രോസസ്സിന്റെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുണ്ട്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച ഉടനെ ഒരാളോട് ചോദിക്കുക, ദൈവം നിങ്ങൾക്ക് ആരാ? അവര് പറയും, God is my father. ദൈവം എന്റെ അപ്പന. 10,000 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലിയിട്ടും കിട്ടാത്ത കാര്യം ഒരൊറ്റ മൊമെന്റ് കൊണ്ട് കിട്ടും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബോൺ അഗെയിൻ. ജീവിതകാലം മുഴുവൻ ഒരാൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി, പക്ഷെ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇന്റലക്ച്വലി കുറച്ച് അറിവാ പറയുന്നേ, പക്ഷേ ഹീസ് മൈ ഫാദർ, ഹീസ് മൈ ഡാഡ് എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുമ്പോഴാണ്. ഈ രണ്ട്, യേശുക്രിസ്തുവിനെ അറിയും. എങ്ങനെ യേശുക്രിസ്തുവിനെ അറിയും? വീണ്ടും ജനിക്കുന്ന മൊമെന്റിൽ തന്നെ ഒരുവന്റെ ഉള്ളിൽ അവനോട് ചോദിച്ചാൽ അവൻ പറയും, ജീസസ്, ഹീസ് മൈ ബിലവഡ്, ഹീസ് മൈ ലോർഡ്, ഹീസ് മൈ കിങ്, ഹീസ് മൈ സേവിയർ, ഹീസ് മൈ മാസ്റ്റർ. അവന്റെ ഉള്ളില് എന്താ അറിയാമോ? സൗരങ്ങൾ, ഇത് അറിവ് തലയ്ക്കകത്തല്ലെന്ന്, അതൊരു ബന്ധമാണ്. ഒരു ബന്ധമാണ്. ഞാൻ ആരെങ്കിലും ഉദാഹരണം എടുക്കുക. ഇപ്പം ജോസങ്ങളിനെ എടുക്കുക. ജോസങ്ങളുടെ മോനോട് ചോദിക്കുകയാണ്, ഈ ജോസ് എന്ന് പറഞ്ഞ ആളാരാ? പുള്ളി റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഇന്ന കുടുംബത്തിലാണ്, അങ്ങനെയാണോ പറഞ്ഞത്? നോ, ഹീസ് മൈ ഡാഡ്. ഇല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശുക്രിസ്തുവിനെ കുറിച്ച് 10,000 കാര്യങ്ങൾ ഒരാൾക്ക് പറയാം, പക്ഷെ ബന്ധം വന്നാലേ എന്റെ കർത്താവ് എന്ന് പറയാൻ പറ്റുള്ളൂ, എന്റെ ദൈവം. അത് പറച്ചിലേക്കും പറയാവുന്നു. ഈ ബുദ്ധിയിൽ പറയുന്നതും ആത്മാവിൽ പറയുന്നതും രണ്ടും പെട്ടെന്ന് തിരിച്ചറിയാം. ബുദ്ധിയിൽ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ, ഒത്തിരി ഭംഗിവാക്കുകളൊക്കെ പറയും. ഞാൻ ഒരാൾ, യേശു ആരാ? യേശുവല്ലേ എല്ലാം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല യേശുവിനെ കുറിച്ച്. ഞാൻ പറഞ്ഞത് സൗരങ്ങളെ, അതാണ് വീണ്ടും ജനനത്തിന്റെ പവർ. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ അവൻ പറയും, ഗോഡ് ഈസ് മൈ ഡാഡി. 2, ജീസസ് ഈസ് മൈ ലോർഡ്. യേശുവിന്റെ കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി ആരും ഉപദേശിക്കേണ്ടി വരത്തില്ലെന്ന് കർത്താവിനെ അറിയാമെന്ന്. കാരണം എന്താ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? എല്ലാവരും കർത്താവിനെ എന്ത് ചെയ്യും? അറിയും. അത് കുറെ പ്രസംഗം കേട്ടതുകൊണ്ടല്ല. പ്രസംഗം കേൾക്കണം, പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ കർത്താവ് ഏറ്റുപറഞ്ഞ് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ബന്ധം ആരംഭിക്കുക.
Praise the Lord. ഒരു വാക്യം നിങ്ങൾ വായിച്ചു. ഗലേഷ്യൻസ് ചാപ്റ്റർ 1, ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 and 16. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. മതി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹിസ് ഗ്രേസ് വാസ് പ്ലീസ്ഡ് ടു റിവീൽ ഹിസ് സൺ ഇൻ മീ. തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. നമ്മൾ ചെയ്തൊരു കാര്യമല്ല കേട്ടോ. സ്വർഗസ്ഥനായ പിതാവ് പുത്രനെ വെളിപ്പെടുത്തുവാൻ, ആരിൽ വെളിപ്പെടുത്തുവാൻ? ഇവിടെ പൗലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. പൗലോസ് പറയുകയാണ്, പിതാവിന് ഹി വാസ് പ്ലീസ്ഡ് ടു റിവീൽ ഹിസ് സൺ ഇൻ മീ. പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിച്ചു. എപ്പോഴാണെന്നറിയോ? ഡമാസ്കസിലേക്ക് പൗലോസ് പോവുക, ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ. സ്ത്രീകളുടെ മുടിക്കുത്തിന് പിടിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്ത്രീകളുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് തടവിലാക്കിയും കൊല്ലുകയും ചെയ്യാൻ വേണ്ടി പോകുന്ന മനുഷ്യന് ഒരു ചെറിയ വെട്ടമടിച്ചു. ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു കോടിയിൽ ഒരു അംശം ഒന്നും ഇങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ. പൗലോസ് എടുത്ത് കളിച്ച് താഴെ ഒറ്റ ചോദ്യം ചോദിച്ചു, ഹൂ ആർ യു ലോർഡ്? അതാ പ്രശ്നം പുള്ളിയുടെ. പക്ഷെ മനസ്സിലായിട്ട് വെട്ടമടിച്ചപ്പോ പുള്ളിക്ക് മനസ്സിലായി. നമ്മൾ വെട്ടമടിച്ച് എന്നാ പറയാ, ആരടാ ടോർച്ചടിച്ചേ എന്നല്ല ചോദിച്ചത്. മനസ്സിലായി. വിളിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ഹൂ ആർ യു ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? വെട്ടമടിച്ചപ്പോ അവന് മനസ്സിലായി ഇത് സംതിങ് ഡിഫറൻറ്റ്. ആരാന്ന് പറഞ്ഞതറിയോ? നീ ഉപദ്രവിക്കുന്നവനായ നസ്രയനായ യേശുവാണ് ഞാൻ. പുത്രനെ വെളിപ്പെടുത്തുക. ആദ്യത്തെ വെളിപ്പാട് പൗലോസിന് കിട്ടുക. അതുവരെ ഓർത്തോണ്ടിരുന്ന ആരെന്നറിയാവോ? ഏതോ ഒരു സെക്ട്, ഏതോ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ. അത് മാത്രമല്ല, ഈ ലീഡർക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ മതത്തിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. യഹൂദ മതം പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏത് വിധേനയും എന്ത് ചെയ്യണം? ഈ ഒഴുക്ക് നിർത്തണം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടവനാ ശൗൽ പൗലോസ്. ഒരു വെട്ടമടിച്ചപ്പം അവന് മനസ്സിലായി. ആദ്യത്തെ വെളിപ്പാട് കൊടുക്കുക. ആരാ? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. സഭയെക്കുറിച്ചുള്ള വെളിപ്പാടാ. നമുക്ക് ഒറ്റയടിക്ക് യേശു ആരാണെന്ന് പറഞ്ഞു, പിന്നെ ആരാണെന്ന് പറഞ്ഞു. നീ ഉപദ്രവിക്കുന്ന ആരെന്നറിയോ? എന്റെ വകയാ. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, എന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കുന്നേ. യെസ്, ദാറ്റ് ഈസ് എ റെവലേഷൻ. അപ്പോൾ അവിടെ മുതലാ പൗലോസിന് വെളിപ്പാടുകൾ തുടങ്ങുക. എന്തെന്നറിയാമോ? പിന്നെ ഒരു 3 വർഷം പുള്ളി അബ്സ്കോണ്ടിങ് ആയിരുന്നു. എവിടെ പോയി? അറേബ്യ പോയി. എന്തിനെന്നറിയാമോ? ഈ വെളിപ്പാട് കെട്ടി നസ്രയനായ യേശുവിനെ കുറേയും കൂടെ ആഴത്തിലൊന്നറിയാൻ. അതിനെക്കുറിച്ച് ഇങ്ങനെ ചില ബൈബിൾ പണ്ഡിതന്മാരെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അപ്പോസ്തലന്മാരെ കർത്താവ് ഒരു 3-3.5 വർഷക്കാലം ട്രെയിൻ ചെയ്തതുപോലെ തന്നെ ജാതികളുടെ അപ്പോസ്തലനെ പൗലോസിനെ അറേബ്യയിൽ കൊണ്ടുപോയി ഒരു 3 വർഷക്കാലം ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോയതാ എന്നാ ചിലർ പറയുന്നത്. ഒരു സ്പെഷ്യൽ ട്രെയിനിങ്. കാരണം അതുകൊണ്ട് അപ്പോസ്തലനെ പൗലോസ് പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടവനാ, അവൽ നിന്ന് കേട്ടവനാ, അവൽ നിന്ന് പഠിച്ചവനാ. മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. നേരിട്ട് 3 വർഷക്കാലം അറേബ്യയിൽ. ഒരു സ്പെഷ്യൽ കോളിങ്, ഒരു സ്പെഷ്യൽ വിളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, മറ്റ് അപ്പോസ്തലന്മാരോട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വിളി. അതുകൊണ്ട് ചിലർ മത്യാസിനെ അംഗീകരിക്കുന്നില്ല. മത്യാസൊക്കെ മാറി നിൽക്കുക. ആ പൗലോസ് അക്കൂടെ ഉള്ളതെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആത്മീയ കോളത്തിൽ അങ്ങനെ ഒത്തിരി തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കത് മാറ്റി വെക്കാം. പക്ഷേ ഇറ്റ് വാസ് എ സ്പെഷ്യൽ കോളിംഗ്. പക്ഷേ യേശു തന്നെ പൗലോസിന് വെളിപ്പെടുത്താൻ തുടങ്ങി. ദാറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇങ്ങനെ യേശുവിന്റെ ഒരു വെളിപ്പെടുത്തലില്ലാതെ നമുക്ക് ആത്മീയജീവിതം ആരംഭിക്കാൻ പറ്റത്തില്ല. പാട്ട് പാടാം, പ്രാർത്ഥിക്കാം, സ്തോത്രം പറയാം. പക്ഷെ ആത്മീയജീവിതം ഒരാളുടെ ആരംഭിക്കുന്നത് ഒരു വെളിപ്പെടുത്തലാ. എന്താ വെളിപ്പെടുത്തല്? അയ്യോ, ഞാൻ ഒരു പാപി. 2, എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശു എന്റെ കർത്താവ്. സിമ്പിൾ. ഇത് എവിടെ തുടങ്ങുന്ന അറിയാം? ഇത് ഹൃദയത്തിലേക്ക് ഒരു ബോധ്യം ഇറങ്ങി വരുന്ന ഒരു കാര്യം.
ഇത് ഹൃദയത്തിലേക്ക് ബോധ്യം ഇറങ്ങി വരും. അയ്യോ, ഞാനൊരു പാപി. ചിലർക്ക് കണ്ണുനീര് വരും, ചിലർക്ക് കണ്ണുനീര് വരത്തില്ല. ദാറ്റ് ഈസ് ഓക്കെ, അത് പ്രശ്നമൊന്നും കാര്യമൊന്നുമില്ല. കണ്ണുനീര് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഒരിക്കലെങ്കിലും അയ്യോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണല്ലോ. അത് മാത്രമല്ല, എന്റെ പാപത്തിനു വേണ്ടി ഈ യേശു കുരിശിൽ മരിച്ചല്ലോ. യേശുവേ, നീ എന്റെ കർത്താവ്, എനിക്ക് നിന്നെ മതി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ആരംഭിച്ച ഒരു കാര്യമാണ്. എന്തെന്നറിയാമോ? ഈ ബോൺ അഗെയിൻ അവിടെ വെച്ച് ആരംഭിച്ചു. എന്തെന്നറിയാമോ? ആദ്യത്തെ വെളിപ്പാട് കിട്ടി. എന്താ വെളിപ്പാട്? ഞാനൊരു പാപിയാണെന്നും എനിക്ക് രക്ഷകനെ ആവശ്യമെന്നും ആ യേശുവാണ് എന്റെ രക്ഷകൻ. ദ ഫസ്റ്റ് റെവലേഷൻ. അടുത്ത മൊമെന്റിൽ അടുത്ത് കിട്ടും. എന്നറിയാമോ? ഈ ദൈവം എന്റെ പിതാവാ. പ്രാർത്ഥന മാറും. ഒരുപക്ഷെ സ്വർഗസ്ഥനായ പിതാവെന്നോ, അല്ലെങ്കിൽ നീതിയുള്ള പിതാവെന്നോ, നല്ലവനായ പിതാവെന്നോ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും. പക്ഷെ ഹൃദയത്തിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും, ഡാഡി, മൈ ഡാഡ്, മൈ പപ്പ, മൈ ഫാദർ. ഇതാണ് ആരും ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞൊരു കാര്യം. ഇനി ഇവിടെ സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയണം. അതാ ഞാൻ ഈ പറയാൻ വരുന്നത്. ഇതറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം. ഇതാ കർത്താവ് ആദ്യം ഇവരെ പഠിപ്പിച്ചൊരു കാര്യം. അതാ. അതിന് യോഹന്നാൻ 6 നമുക്കൊന്ന് പോകാം. അപ്പോഴാണ് എന്തായി സംഭവിച്ചത് നമ്മളൊന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു ആശ്വാസമാവും. എവിടെ ഈ ബോണഗയിൽ എന്താ സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6 വാക്യം, ജോൺ ചാപ്റ്റർ 6. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശുവരോട് സംസാരിക്കുന്ന സംസാരമാണ്. അതിന്റെ 25 വാക്യം മുതൽ ജോൺ 6:25 മുതൽ താഴേക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുക കർത്താവ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് വന്നപ്പോ യേശു ഒരു കാര്യം പറഞ്ഞു. അതിന്റെ 32 വാക്യം, അതിന്റെ 31 മുതൽ വായിച്ചു. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. 31 ഓൺവേർഡ്സ്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കയില്ല. ശ്രദ്ധിച്ച്, ഇസ്രായേൽ മക്കളല്ലേ, അപ്പൊ അവരോട് പറയാനായിട്ട് കർത്താവ് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് എക്സാമ്പിൾ എടുക്കുക. എന്താ? മരുഭൂമിയിൽ വെച്ച് അവര് മന്ന കഴിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവർ ഈ മോശയാണ് ഏറ്റവും വലിയ ആളായിട്ട് കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ മോശയല്ലെന്ന് നീ തന്നേ, പിന്നെ ആരാ? സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവാ നിങ്ങൾക്ക് തന്നേ. നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തില്. എന്നിട്ട് അതെടുത്തിട്ട് യേശു പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പം ആരാ? ഞാനാ. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. നീ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. എന്താ ഈ അപ്പത്തിന്റെ കാര്യം കർത്താവ് പറയാൻ കാര്യം? ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ മന്ന കഴിച്ചു. വല്ല ജോലിയും ചെയ്തോ മരുഭൂമിയിൽ? ഒരു പണിയില്ല. പിന്നെ എന്താ പണിയുള്ളൂ? രാവിലെ എഴുന്നേറ്റ് മന്ന പിറക്കണം. പിറക്കാത്തവനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾ പറഞ്ഞു, കുനിഞ്ഞവന്റെ പണി ചെയ്യത്തില്ല എന്ന് പറയത്തില്ലേ? അതില്ലാത്തതിന് എന്ന് പറയാം, മന്നിച്ചിര എന്ന് പറയാം, കുനിഞ്ഞു നിലത്തുനിന്നൊക്കെ പിറക്കണം. മന്ന പിറക്കിയാൽ മാത്രം മതി. പിന്നെ എന്ത് ചെയ്താൽ മതി? പിന്നെ വീട്ടിൽ വന്നിരുന്ന സ്തോത്രമൊക്കെ പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയും പരിപാടിയൊക്കെ ആയിട്ട് പോയാൽ മതി. രാവിലെ മന്ന, ഉച്ചയ്ക്ക് മന്ന, വൈകിട്ട് മന്ന. കാരണം ഈ 3 നേരത്തിനുള്ള ഒരുമിച്ചങ്ങ് പിറക്കുക. ഇനി കുറച്ച് പിറക്കിയാലും കുഴപ്പമില്ല, അത് കൂടിക്കോളും. അങ്ങനെയാ. ഏറെ പിറക്കിയവന് ഏറെയും കണ്ടില്ല, കുറെ പിറക്കിയവന് കുറേയും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം തൃപ്തിയാണ്. എത്ര പിറക്കിയാലും, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഈ വന്ന് കഴിക്കുമ്പോ എന്താ? തൃപ്തിയാ. ഇനി ശ്രദ്ധിക്കണേ, ഈ മന്നയായിരുന്നു ഇവരുടെ ജീവനെ നിലനിർത്തിയത്. മന്ന കഴിച്ചില്ലേ ചത്തുപോകും. ഓരോ ദിവസവും ദൈവം മന്ന കൊടുക്കുക. ഈ മന്ന എന്ന് പറഞ്ഞാൽ ഈ അപ്പം കഴിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്നാട്ടെ, അപ്പം കഴിക്കുമ്പോൾ ഈ അപ്പം എന്തായി തീരുന്നറിയാവോ? ഈ ശരീരത്തിന്റെ ഭാഗമായി തീരുക. എന്താ ഈ അപ്പം എന്തായി മാറുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ? അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുക. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമുക്ക് എനർജി തരുന്നത് പിന്നെന്താണ്? ഈ അപ്പം ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ
ഈ അപ്പം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എനർജി ഉള്ളത്, ഈ അപ്പം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിതമുള്ളത്. എല്ലാം ഈ അപ്പം പോലെയാ. അപ്പം അപ്പൊ കർത്താവ് ഓർത്ത് ഇവന്മാർക്ക് മനസ്സിലാവുന്ന ഓർത്ത് പിടികിട്ടില്ല. ഈ പുള്ളിക്കാർക്ക് ഇവർക്കിത് പിടികിട്ടിയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ അപ്പം. സാക്ഷാൽ അപ്പം. എന്നിട്ട് ആദ്യം പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. കണ്ടോ, ഈ അപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഈ യേശു അവന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. മനസ്സിലായോ പറഞ്ഞു? ഓക്കെ, താഴേക്ക് വായിച്ചു. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്കത് 40-ാം വാക്യം വായിച്ചു. 40-ാം വാക്യം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പെറുവിറുത്തു. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ഒന്നാമത്തെ ബാരിയർ നിൽക്കുക. യേശു പറഞ്ഞു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം. യേശുവിൽ വിശ്വസിച്ചാൽ എന്തുണ്ടാകും? നിത്യജീവൻ ഉണ്ടാകും. എവിടെ ഉണ്ടാകും? നമ്മുടെ അകത്തുണ്ടാകും എന്നാ ഈ പറയുന്നത്. പക്ഷെ ഇവരുടനെ തന്നെ ആദ്യത്തെ ബാരിയർ മുമ്പിൽ നിൽക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നോ? ആരുടെ ഇത്? നമ്മുടെ ജോസഫിന്റെയും മറിയുടെയും മകൻ. ഫസ്റ്റ് ബാരിയർ. യേശുവിനെ കുറിച്ച് അവർ ചിന്തിച്ചത് ജോസഫിന്റെയും മറിയുടെയും മകനാണെന്നാ. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ യേശുവിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? തിരിച്ചറിയാൻ പറ്റിയില്ല. തിരിച്ചറിയാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ബാരിയർ വരാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ, കാരണം 2000 വർഷം മുമ്പാണല്ലോ യേശു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് യേശുവിനെ കണ്ടിരുന്നെങ്കിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ഔട്ടായി പോയേനെ. കർത്താവ് കരുണ കാണിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് യേശു സ്വർഗത്തിൽ നിന്ന് വന്നെന്നും യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അപ്പനമ്മമാര് പറഞ്ഞു കേട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു ദൈവമാണെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇവരുടെ ആദ്യത്തെ ബാരിയർ അതായിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിച്ചോണേ, പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ്. ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടെ താഴേക്ക് വരാം. എന്നിട്ട് അതിന്റെ 43-44 വായിച്ചേ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പെറുവിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു പറഞ്ഞ്, വെറുതെ മോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, പെറുവിറുക്കണ്ട വെറുതെ. കാരണം എന്നറിയാവോ, നിങ്ങൾ ഈ വിശ്വസിക്കാത്തതിന്റെ അർത്ഥം തന്നെ പിതാവ് അയച്ച പാർട്ടി അല്ലെന്നേ. അപ്പൊ കാരണം പിതാവ് അയച്ചവനാണ്, പിതാവ് ആകർഷിച്ചവനാണെങ്കിൽ അവൻ യേശുവിനെ കാണുമ്പോ തന്നെ എന്ത് വരിക? അവന്റെ ഉള്ളിൽ വിശ്വാസം വരിക. അപ്പൊ ഈ വിശ്വസിക്കുന്നില്ലാന്നതിന്റെ അർത്ഥം എന്നറിയാമോ? പിതാവ് കൊണ്ടുവന്ന പാർട്ടിയല്ല. അപ്പൊ യേശുവിനെ മനസ്സിലായി, ഈ പുള്ളി നമ്മുടെ പാർട്ടിയല്ല, വേറെ. ഓക്കെ, എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു നോക്കി. എല്ലാവരും ദൈവത്താൽ 45 ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടുപഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റാ. പിതാവിനോട് കേട്ടുപഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. എന്താ ഈ പിതാവിനോട് കേട്ടുപഠിച്ചവൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം? ഈ 2 തരം ആൾക്കാരെ ഞാൻ രണ്ടായിട്ട് തിരിക്കുക. ആൾക്കാർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൾക്കാര്, അവര് റിലീജിയസ് ആൾക്കാരാ. അവര് സിനഗോഗുകളിൽ പോകുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. ദൈവമുണ്ട്, എവിടെയോ ദൈവമുണ്ട്. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലേ പ്രശ്നമാണ്. പഠിച്ചാലും പ്രാർത്ഥിച്ചാലേ ദൈവം ജയിപ്പിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിലീജിയസ് ആൾക്കാർ, റിലിജൻ. ഈ പരീശന്മാരിലൊരു മേജർ കാറ്റഗറി അങ്ങനെയാ. ഇനി അവർക്ക് ഇച്ചിരി കൂടെ റിലിജൻ, മതഭക്തി കൂടിയപ്പോൾ കുറേം കൂടെ ബൈബിൾ വായന കൂടിയപ്പോൾ പിന്നെ ഒരു ബൈബിളിലെ കാര്യങ്ങൾ അനുസരിക്കാനുള്ള ശ്രമമാണ്. അപ്പോഴും
ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നില്ല. നിയമങ്ങൾ അനുസരിക്കണമെന്നേ ഉള്ളൂ. ബന്ധത്തിൽ നല്ല ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നേ. ഗോട്ട് ദ പോയിന്റ്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. റിലീജിയസ് ആൾക്കാരുടെ പ്രത്യേകത ഇതാണ്, അവരെപ്പോഴും നിയമമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ഓക്കെ, അങ്ങനെ നിയമങ്ങൾ മാത്രമാണ് അവര്. കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ദശാംശം കൊടുക്കണം. പിന്നെ ദശാംശം കൊടുത്തില്ല അനുഗ്രഹം ഒന്നും കിട്ടുകയല്ലോ കേട്ടോ. ഇടയ്ക്കിടെ ചോദ്യം, ദശാംശം കൊടുക്കുന്നുണ്ടോ? അതാ നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ദശാംശം കൊടുത്തോണം. നിയമം അനുസരിക്കുക. ആഴ്ചയിലൊന്നും പിള്ളേർക്ക് കൊണ്ട് ഡിവോഴ്സിക്കുന്നുണ്ടോ? ഇല്ല, പിള്ളേരുടെ കാര്യം പോക്ക. എല്ലാം നിയമങ്ങളാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ദൈവം ഇത് ചെയ്യും. കണ്ടീഷണല്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഇത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. റിലീജിയസ് പീപ്പിൾ, റിലീജിയന്റെ ശക്തി അതാ. ഞാൻ നേർച്ചയിട്ടാൽ കാണാതെ പോയ എന്റെ വള ദൈവം കൊണ്ട് തരണം. അതാ അതിനാ നേർച്ചയിടുന്നത്. പിന്നെ ചിലർ ഇച്ചിരി അടുത്ത ലെവലിൽ അവര് പറയും, വള കിട്ടിക്കഴിഞ്ഞാൽ നേർച്ചയിടുള്ളൂ കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദൈവത്തെ ഒരു വ്യക്തിയായിട്ട്, ഗോഡ് ഈസ് എ പേഴ്സൺ, ദൈവം ഒരു വ്യക്തിയാ. ആ വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തെ അപ്രോച്ച് ചെയ്യാതെ കുറെ നിയമങ്ങൾ അനുസരിക്കുക. അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആൾക്കാരാണ്. ഞായറാഴ്ച രാവിലെ കൃത്യം എന്ത് ചെയ്തോണം? ഞായറാഴ്ച രാവിലത്തെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നുണ്ട്, എന്റെ വീട്ടില് ഞായറാഴ്ച രാവിലെ പഠിക്കുന്ന പുസ്തകം പോലും വായിക്കാൻ സമ്മതിക്കല്ല. ഞായറാഴ്ച ഉണ്ടോ പഠിക്കുന്ന പുസ്തകം വായിക്കുന്നത്? വെക്കട അവിടെ. എന്നെ പരീക്ഷയാണെങ്കിലും ഞായറാഴ്ച രാവിലെ പഠിക്കുന്ന ബുക്ക് വായിക്കാൻ പറ്റത്തില്ല. നിയമോ? പക്ഷെ ഞാനെന്ന് ചിന്തിച്ചോണ്ട് എന്തിനാ ഞായറാഴ്ച രാവിലെ ഈ പഠിക്കുന്ന ബുക്ക് വായിച്ച എന്നെ കുഴപ്പം? പക്ഷെ നിയമമാണ്. പിന്നെ ചോദ്യം ചെയ്യാൻ അനുവാദമില്ല. ദോഷമെന്ന് പറയുന്നില്ല, ദോഷോ. ഞാൻ പറഞ്ഞത് നിയമങ്ങളിലൂടെ പോകുന്നൊരു കൂട്ടം ആൾക്കാര്. അവർക്ക് കുറെ കാര്യങ്ങൾ അനുസരിക്കണം എന്നുള്ള എല്ലാ മതങ്ങളിലും ഇതുണ്ട് കേട്ടോ. എല്ലാ മതങ്ങളിലും ഉണ്ട്. ക്രൈസ്തവ മതത്തിലും ഇതുണ്ട്. നിയമം എല്ലാം കൃത്യം ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തിയാ. ഈ തിരിച്ചറിവിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവരെ കുറിച്ച് ഇവിടെ പറഞ്ഞത്, പിതാവിൽ നിന്ന് കേട്ടുപഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. നിയമം പഠിച്ചവന് യേശുവിനെ മനസ്സിലായില്ല. പക്ഷേ ദൈവമെന്ന് പറഞ്ഞ പിതാവിനെ കുറിച്ച് സെൻസ് ചെയ്തവന് അവൻ യേശുവിന്റെ അടുക്കൽ വരാൻ ഈസി ആയിരുന്നു. ദിസ് ദ ഡിഫറൻസ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ താഴേക്ക് വരാം. കുറച്ചും കൂടെ എന്നിട്ട് അതിന്റെ 47-ാം വാക്യം, 47-48, 47 and 48. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഉണ്ടോ? ശ്രദ്ധിച്ച്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു ഒറ്റക്കാര്യം പറയുന്നത് എന്താണ്? വിശ്വസിക്കുക. നമ്മളാ പാടിയത്, വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. വിശ്വസിക്കുക, വേറൊന്നും ആവശ്യപ്പെടുന്നത്. എന്താ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന്, പാപത്തിന്റെ പരിഹാരകനാണ് യേശു എന്ന്, പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം മൊത്തം ഈ ഒറ്റക്കാര്യ പദപ്രയോഗമാണ്, വിശ്വസിക്കുക. വിശ്വസിക്കുക. ഞാൻ പറയാം, വിശ്വസിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നേ? വിശ്വസിച്ചാൽ വ്യത്യാസം അറിയാൻ പറ്റും. വിശ്വസിക്കുന്ന മൊമെന്റിൽ തന്നെ ഒരുവന്റെ ജീവിതത്തിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാകും. അവന് ദൈവം അടുത്തൊരു റിയാലിറ്റിയാ. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവന് ദൈവം ഒരു റിയാലിറ്റിയാ. അവൻ ദൈവത്തെ വിളിക്കും, ഡാഡി, പിതാവേ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ പ്രിയനായവനെ. യെസ്. ഇനി താഴേക്ക് വായിക്കുമ്പോഴാണ് ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ താഴേക്ക് വായിച്ചു, അതിന്റെ 53-ാം വാക്യം, 53. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ശ്രദ്ധിച്ച്, ഇതാകുമ്പോ ഒന്നുകൂടെ സംഭവം കോംപ്ലിക്കേഷൻ ആയി. എന്താണ്? എന്റെ മാംസം തിന്നുകയും മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അങ്ങനെയാണ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അല്ലേ, അതോ ട്രാൻസ്ബ്യൂട്ടേഷൻ ആണോ? പേര് പലപ്പോഴും വിട്ടുപോകും. ഏതാ? സബ്സ്റ്റാൻഷിയേഷൻ. ഓക്കെ, ആ തിയറി വന്നത് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഈ അപ്പവും
വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ള ഉപദേശം വന്നത് ഈ ഒരു വാക്യത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ ആ അപ്പവും പാനപാത്രവും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നില്ല കേട്ടോ. അത് നമുക്ക് അപ്പം അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് മാറുന്നില്ല എന്നുള്ള കാര്യം. അപ്പം ആൾക്കാർ പറഞ്ഞത് അല്ലല്ല ആത്മീയമായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞത് അത് മാറുന്നില്ലെന്നേ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലേ. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം? അതെ നേരത്തെ പറഞ്ഞത്, യേശു അപ്പം ഒരുവന്റെ ഉള്ളിൽ വന്ന് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവനെ സഹായിക്കുന്നത് പോലെ യേശു ഒരുവന്റെ ഉള്ളിൽ വന്ന് അവന്റെ ജീവനായി മാറുക. ഇതായി കാര്യം. അല്ല ഒരു അപ്പവും പാനപാത്രവും നമ്മൾ കർത്തൃമേശയുടെ ഒന്ന് എന്ത് ചെയ്യുക, അപ്പവും പാനപാത്രവും കഴിക്കുമ്പോൾ യേശു ഉള്ളി വരുന്ന ആരും ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യം യേശു ഉള്ളി വന്നുകൊണ്ടിരിക്കുകയാണോ? നോ, ദാറ്റ് ഈസ് നോട്ട് ദി ഡോക്ട്രിൻ. അങ്ങനെയാണ് ഓരോ പ്രാവശ്യം ആരും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ അടുത്ത് ഇതുവരെ യേശു വന്നില്ലേ? അത് യേശു വന്നിട്ട് പോയോ? ഫുള്ളി കൺഫ്യൂസ്ഡാ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ വാക്യമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ ഇത് കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത്? കർത്താവ് എപ്പോഴും ഒത്തിരി എന്നാ പറഞ്ഞത്, സിംബോളിക്കലിയാ പല കാര്യങ്ങളും പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, യേശു പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞാൽ വാതിലെല്ലാം കാണുമ്പോൾ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ആ പാടെ കുഴപ്പമായി. ബാംഗ്ലൂർ മൊത്തം മുന്തിരിവള്ളികളുടെ സ്ഥലമാണ്. എവിടെ പോയാലും മുന്തിരിത്തോട്ടം കാണുമ്പോഴേ പ്രൈസ് ദി ലോർഡ് അല്ലേലൂയ വീണ് കിടന്ന് നമ്മൾ നമസ്കാരം. കണ്ടോ, അവിടെ ഞാൻ പറഞ്ഞത് മുന്തിരിവള്ളിയാണെന്ന് കർത്താവ് പറഞ്ഞതും വാതിലാണെന്ന് പറഞ്ഞതും അതുപോലെയാണ് യേശു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പൊ ഓരോന്നിനും അതിന് അർത്ഥം ഉണ്ടെന്നേ. വാതിലാകുന്ന പറഞ്ഞ അർത്ഥം എന്താ? പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഏക വാതിൽ ഞാൻ. അതതിന്റെ അർത്ഥം. അല്ല വാതിൽ കാണുമ്പോൾ യേശുവേ സ്തോത്രം യേശു എന്ന് പറയാനല്ല. മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാ. ആ ബന്ധം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശുവിനിൽ വിശ്വസിക്കുമ്പോൾ യേശു ഒരുവന്റെ ഉള്ളിൽ വരും. ഒരുവന്റെ ഉള്ളിൽ വന്നിട്ട് അവന്റെ ജീവനായി മാറും, അവന്റെ ഭാഗമായി മാറും, അവന്റെ ഉള്ളിൽ വന്ന് വസിക്കും. ഇനി അവനെ പിന്നെ ചലിപ്പിക്കുന്നത് എന്താ? ഈ യേശുവാ. അതതിന്റെ അർത്ഥം. കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അടുത്ത വാക്യം വായിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത്. അതിന്റെ 57-ാം വാക്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് വാക്യമാണ്, നിങ്ങളത് മാർക്ക് ചെയ്തോണം. വേഴ്സ് 57. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ശ്രദ്ധിച്ച്, അത് ഇംഗ്ലീഷിലാണെന്ന് വായിക്കാവോ? ആസ് ദ ലിവിംഗ് ഫാദർ sent me and I live because of the Father, so he who eats me he also will live because of me. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന വാക്ക് ഏതാ അവിടെ? ലിവ് അല്ലേ? എന്താ ഇവിടെ ഇരിക്കുകയാണ്? ജീവനുള്ള പിതാവ്. അപ്പൊ പിതാവിന് എന്തുണ്ട്? ശ്രദ്ധിച്ച, ദാറ്റ് ഈസ് ദ പോയിന്റ്. എന്താ ജീവൻ? എന്ത് ജീവനാ? ദൈവത്തിന് മാത്രമുള്ളൊരു കാര്യമാണ് നിത്യജീവൻ. എന്താ? ബാക്കി ഒരു ജീവനും എന്ത് ജീവനല്ല? നിത്യജീവനല്ല. ദൈവത്തിന് മാത്രമുള്ള കാര്യമാണ് ജീവൻ. ഇത് ആരിലുണ്ട് ഈ ജീവൻ? പിതാവിലുണ്ട്. എന്നിട്ട് പറയാണ് ആസ് ദ ലിവിംഗ് ഫാദർ സെൻഡ് മീ ആൻഡ് ഐ ലിവ് ബിക്കോസ് ഓഫ് ദ ഫാദർ. കണ്ടോ? എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ജീവൻ ആരിലുണ്ട്? യേശുവിലുണ്ട്. ഈ ജീവൻ മൂലമാണ് യേശു ജീവിക്കുന്നത്. ഐ ലിവ് ബിക്കോസ് ഓഫ് ദ ഫാദർ. ശ്രദ്ധിച്ചു. ഇനി ഇതുകൊണ്ട് നിങ്ങൾ നേരത്തെ നമ്മൾ വായിച്ചൊരു വാക്യത്തിലുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ എന്ത് ചെയ്യും? അത് കണക്റ്റഡായി കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മളെ നിത്യതയായ ഒരു ജീവിയാക്കാനായിട്ട്, നിത്യമായി ജീവിക്കുന്നവരാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. ശ്രദ്ധിച്ച്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മരിക്കും, പക്ഷേ മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇത്. ഏതെന്റെ പർദീസയിൽ നമ്മളിത് കാണുന്നുണ്ട്. എന്നറിയാമോ? മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നേക്കും ജീവിക്കും. എങ്ങനെ ജീവിക്കും? വീണുപോയ അവസ്ഥയിൽ ജീവിക്കും. മനസ്സിലായില്ല അല്ലെ? ഈ ഏതെന്റെ പർദീസയിൽ 2 വൃക്ഷം ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? 2 നടുക്ക. ഏതൊക്കെയാ? 1 ജീവവൃക്ഷം, 2 നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷം. അപ്പൊ ഈ നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോ എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്തൊക്കെ മരിച്ചുപോയി? ആത്മാവ് മരിച്ചു. പിന്നെന്ത് ചെയ്തു? ഹൃദയം ഏകദേശം ഒരു മരണ അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ത് ചെയ്തു? മരിച്ച അവസ്ഥ അല്ലെങ്കിലും ഏകദേശം അതിന്റെ കണ്ടീഷൻ, അതിന്റെ കപ്പാസിറ്റീസ് മുഴുവൻ അങ്ങ് പോയി കിട്ടി. മനസ്സിന്റെയും കപ്പാസിറ്റീസ് എല്ലാം എന്ത് ചെയ്തു?
പോയി കിട്ടി, ആ ആത്മാവും മരിച്ചു. ഇങ്ങനെ കംപ്ലീറ്റ് പ്രശ്നമായി പോയ മനുഷ്യനാ. പക്ഷേ ഈ അവസ്ഥയിൽ ഇവൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്ത് ചെയ്യും? എന്നേക്കും ജീവിക്കും. കണ്ടോ, അവിടെ കൊണ്ടാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. ജീവൻ വാക്കുണ്ടോ? ജീവന്റെ വൃക്ഷം. അതുകൊണ്ട് ആ അവസ്ഥയിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഒരു കെരൂബിനെയൊക്കെ വാളും കൊണ്ട് അവിടെ നിർത്തി. കാരണം ഇതവൻ കഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ആ ജീവന്റെ വൃക്ഷം യേശുവിന്റെ ഒരു സിംബലാ, യേശുവിന്റെ റെപ്രസെന്റേഷനാ, യേശുവിന്റെ സിംബലാ ജീവന്റെ വൃക്ഷം. അപ്പോൾ ജീവനാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ യേശു, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിതാവിലാണ് ജീവനുള്ളത്, ആ ജീവൻ യേശുവിൽ. ഈ പിതാവിന്റെ ജീവനിലാണ് ആര് ജീവിക്കുന്നേ? യേശു ജീവിക്കുന്നേ. എന്നിട്ട് ശ്രദ്ധിച്ച് അടുത്ത കണ്ടിന്യൂ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ട്രൂത്ത് ആട്ടോ. യേശു പിതാവിന്റെ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് യേശുവിനുണ്ടായിരുന്നു. അതാ യേശു ജീവനുള്ളവനാന്ന് പറയുന്നൊരു കാര്യം. യേശുവിന്റെ ജീവൻ പിതാവിന്റെ ജീവനാ, അത് ഇറ്റേണൽ ലൈഫാ. ഓക്കെ, ഇനി എന്നിട്ട് പറയാണ്, അതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ ഒരാളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആമേൻ. ഒരു സന്തോഷമില്ലേ? ഇനി ഒന്നുകൂടെ ഞാൻ എസെക്കിയേൽ 36 പോവാണ്. കാരണം വീണ്ടും നമുക്ക്, നിങ്ങൾ വായിച്ച ഭാഗം എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക. എസെക്കിയേൽ 36, എസെക്കിയേൽ 36. അതിന്റെ 26 ആദ്യം ഒന്ന് വായിച്ചു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ശ്രദ്ധിച്ചോണം, ഇനി ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്തിനാ പുതിയ ഹൃദയം? പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ പഴയ ഹൃദയത്തെ അങ്ങ് പുതിയതാക്കിയെന്ന് അതിന്റെ അർത്ഥം. അതാ പറഞ്ഞത്, കല്ലായുള്ള ഹൃദയം എടുത്ത് മാറ്റി എന്ത് ചെയ്യും? കണ്ടോ, കല്ലായുള്ള ഹൃദയത്തെ എന്താക്കി മാറ്റാൻ പോവാ? മാംസളമാക്കി ഒരു പുതിയ ഹൃദയമാക്കി മാറ്റാൻ പോവാ. എന്തിനാ ഈ പുതിയ ആത്മാവ് പോലെ? എന്തിനാ പുതിയ ഹൃദയം? ഈ പുതിയ ഹൃദയത്തിന്റെ പ്രത്യേകത, ഈ ഹൃദയം കൊണ്ടാ നമ്മൾ ഈ സ്നേഹിക്കുന്ന ഇമോഷൻസ് ഒക്കെ ഉള്ളത്. എവിടെയാ? ഹൃദയം കൊണ്ടാ. പുതിയൊരു ആത്മാവിനെ തരും. എന്താ പുതിയ ആത്മാവ്? സ്മോൾ എസ് അല്ലേ? ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ ശ്രദ്ധിച്ചോ. ക്യാപിറ്റൽ എസ് ആണോ സ്മോൾ എസ് ആണോ? സ്മോൾ എസ് ആണോ? അല്ലേ? അതിന്റെ അടുത്ത വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന 27ാമത്തെ വാക്യത്തിൽ ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ്. ഏതാ? ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർക്ക് മനസ്സിലാവുള്ളേ. മലയാളം ബൈബിൾ ഉള്ളവർ പേടിക്കണ്ട, ചെറിയ വ്യത്യാസം ഞാൻ പറയാം, മനസ്സിലാവും. കർത്താവ് പറയാണ്, ഒരു പുതിയ ഹൃദയം തരും. എന്താ പുതിയ ഹൃദയത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ഹൃദയത്തിന്റെ പ്രത്യേകത സ്നേഹിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാനുള്ളൊരു പുതിയ ഹൃദയം. 2, ഹൃദയം മാത്രമല്ല, പുതിയൊരു ആത്മാവിനെ തരും. എന്താ? ഈ ഉണ്ടായിരുന്ന മനുഷ്യാത്മാവ് മരിച്ചുപോയി, ആ മനുഷ്യാത്മാവിന് ജീവൻ കൊടുക്കുക, പുതിയ ആത്മാവ്. എന്തിനാ പുതിയ ആത്മാവിനെ തരുന്നേ? ഈ ആത്മാവാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പുതിയ ഹൃദയം, പിന്നെന്താണ്? പുതിയ ആത്മാവ്. ഈ ആത്മാവിൽ മാത്രമേ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ, കമ്മ്യൂണിയൻ പറ്റുള്ളൂ, ആത്മാവിലെ കേൾക്കാൻ പറ്റുള്ളൂ, ആത്മാവിലെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പൊ എന്തൊക്കെയായി? പുതിയ ഹൃദയം സ്നേഹിക്കാൻ, പുതിയ ആത്മാവ് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ. അടുത്തത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. ഇത് മനുഷ്യാത്മാവല്ല, പിന്നെ ആരാ? പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മാവിലേക്ക് ആര് വന്ന് വസിക്കുക? പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുക. എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. സ്വരങ്ങളെ, അപ്പൊ നമ്മൾ തിരിച്ചറിയണം എന്താ ഈ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ ആ പള്ളി പോയി ഈ പള്ളി വന്നു, ഇതല്ലെന്ന് ഈ പരിപാടി. ആ പള്ളി വിട്ടിട്ട് ഈ പള്ളി വരുന്ന പരിപാടി അല്ലിത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക. എന്താ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് വരിക എന്നതിന്റെ അർത്ഥം. ഒരു പുതിയ ഹൃദയം കിട്ടുക എന്നതിന്റെ അർത്ഥം. എന്താ?
ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയം, പുതിയ ആത്മാവ്, ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തെ കേൾക്കാൻ കഴിയുന്ന പുതിയ ആത്മാവ്. ഇനി അത് മാത്രമല്ല, ഈ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് തന്നിരിക്കുക. പിടികിട്ടിയോ? മനസ്സിലായോ സോദരങ്ങളെ? എന്തു വലിയ പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിൽ നടന്നതെന്നായി പറഞ്ഞത്. ഈ വീണ്ടും ജന്മത്തില് നടന്ന എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ എടുക്കുക. യേശു പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു. യേശു എങ്ങനെ ജീവിക്കുന്നത്? പിതാവിന്റെ ജീവനിലാണ് യേശു ജീവിക്കുന്നത്. എന്നിട്ട് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ഞാൻ മൂലം ജീവിക്കും. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ആ ജീവൻ യേശുവിൽ നിന്ന് എങ്ങോട്ടേക്കാ വരുന്നേ? നമ്മിലേക്കാ വരുന്നേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരുടെ ജീവനാ ഉള്ളേ? ആണോ? ചിലർക്ക് സംശയമായി. വേറെ എന്നാ പറയുക? പുതിയ കാര്യം വല്ലതും പറയണോ? അല്ലെ പഴയ കാര്യമാണ്? സംശയമുള്ളവർക്ക് 1 യോഹന്നാൻ 5 അധ്യായം എടുക്കാം. 1 John chapter 5. 1 യോഹന്നാൻ 5 അധ്യായം. അതിന്റെ 11 വാക്യം. ആ സാക്ഷ്യമോ, അതിന്റെ 10 മുതൽ വായിച്ചു. 10 മുതൽ വായിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് എന്ത് തന്നു? നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട്. കണ്ടോ? ദൈവം നമുക്ക് എന്തെന്നാ പറഞ്ഞേ? ജീവൻ തന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, പിന്നെ അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. നോക്ക്, ഇവിടെ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ എവിടെ ഉണ്ട്? അവന്റെ പുത്രനിലുണ്ട്. എന്നിട്ട് പറയാണ്, പുത്രനുള്ളവൻ എന്തുണ്ട്? ജീവനുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവനെ ഒടുക്കത്തെ നാൾ ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ പല സഹോദരങ്ങളൊക്കെ മരിച്ചു പോയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഉള്ളിൽ വിഷമമുണ്ട്, ഒരു പോകുന്നതിന്റെ വിഷമമുണ്ട്. പക്ഷെ നമുക്കൊരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു, നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും? അവരെ കാണും. എങ്ങനെ ഈ പ്രത്യാശ വന്നേ? എങ്ങനെ പ്രത്യാശ വന്നേ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായ ജീവൻ. ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. എന്നേക്കും കർത്താവിന്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് പറഞ്ഞത്, കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കും നാം അവരോട് ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. മനസ്സിലായോ? ഇതാ എന്റെ സഭയ്ക്ക് തിരിച്ചറിയേണ്ട സത്യം. അതാ, പിതാവിന്റെ ജീവൻ പുത്രനിൽ. പുത്രൻ ആ ജീവൻ കൊണ്ടായി ഭൂമി ജീവിച്ച്. ആ പുത്രന്റെ ജീവൻ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ നമ്മിൽ. അപ്പൊ നമ്മളാരാ? ജീവനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ഈ ജീവൻ തിരിച്ചറിയണം ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ, അതാ ഞാൻ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ആഴ്ച സംസാരിച്ചായിരുന്നു, എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനെ ഞാനൊന്ന് സ്പർശിക്കണം, ഞാനൊന്ന് അറിയണം. പലപ്പോഴും ദൈവം നമുക്കൊരു തേർഡ് പേഴ്സണാണ്, വേറൊരാളാ ദൈവം. ഇടയ്ക്ക് ഒരു നമസ്കാരമൊക്കെ അടിച്ച് ദൈവമേ സ്തോത്രം അല്ലേലിയ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അതല്ല ദൈവം. ഗോഡ് ഈസ് എ റിയാലിറ്റി. ദൈവം സ്വർഗ സിംഹാസനത്തിലുണ്ടെന്നേ, അതേ ദൈവം തന്നെ എന്റെ ഉള്ളിൽ. എങ്ങനെയാ? പരിശുദ്ധാത്മാവിലൂടെ. യേശുവിന്റെ ജീവൻ തന്നെയാ പരിശുദ്ധാത്മാവിലുള്ളത്. ഓക്കെ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നൊരു വാക്യം വായിച്ചിട്ടുണ്ടോ? എന്താ? ജീവിപ്പിക്കുന്ന ആത്മാവ്. അതാ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതിന്റെ അർത്ഥം. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശു കാണുമായിരിക്കും. അങ്ങനെ ഈ പറഞ്ഞു കേട്ടത് നീ അങ്ങനെ തോന്നിയത്? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഉള്ളവര് പറഞ്ഞു, ഇല്ലാത്തവര് പറയണ്ട. മിണ്ടുണ്ടാ? കേട്ടില്ല? എനിക്ക് അല്ല, സങ്കടം കൊണ്ട്. ഇത്രയും പേരുടെ ഉള്ളിൽ യേശു ഉള്ളൂന്ന് അറിയാം. സങ്കടം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ആരുണ്ട് സഹോദരങ്ങളെ? ഉണ്ടോ? ഉണ്ട്. ഇതാദ്യം ഒന്ന് തിരിച്ചറിയണം. ഇതറിയാതെ തന്നെ അറിയാവോ, ഈ വണ്ടി മുന്നോട്ട് ഓടത്തില്ല.
ഇത് തിരിച്ചറിയാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വണ്ടി മുന്നോട്ട് ഓടത്തില്ല. യേശു എന്റെ ഉള്ളിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉള്ളിൽ വസിക്കുക മാത്രമല്ല, അതാ പറഞ്ഞത്, ഈ അപ്പം അകത്തു വന്നാൽ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത് പോലെ, ശരീരത്തിന് ബലം കൊടുക്കുന്ന പോലെ യേശുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ എന്റെ ശക്തിയിലല്ല പോകുന്നത്. പിന്നെന്താ? എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാ ഞാൻ എന്റെ ആത്മീയജീവൻ നയിക്കുന്നത്. ആത്മീയജീവൻ എന്നല്ല, മുഴുവൻ ജീവിതവും. ഇത് തിരിച്ചറിയാത്ത നമ്മുടെ പ്രശ്നം. ഇത് തിരിച്ചറിയുന്നിടത്ത് വെച്ചേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം വീട്ടിൽ പോയിട്ട്, കർത്താവേ എനിക്കിതൊരു വെളിപ്പാടായിട്ട് എനിക്കും തരണേ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഓരോ ചലനങ്ങളിലും അറിയാം നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ ചിലപ്പം ആദ്യമൊന്നും അറിയത്തില്ല കൊച്ചുള്ള കാര്യം. അവിടെ ചില ഡോക്ടർമാർ ചോദിക്കും, അതെ ഇടയ്ക്ക് ഒരു ഉള്ളിലൊരു ചലനമൊക്കെ ഉണ്ടോ? അപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതുവരെ അത്ര വലിയ പിടിയൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്, ഒരു ചവിട്ട് കിട്ടുന്നുണ്ട്, ഇടയ്ക്കിടെ ചലനം അറിയുന്നുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യമോ എനിക്കറിയത്തില്ല, എനിക്കൊന്ന് 10-15 പ്രാവശ്യമെങ്കിലും അനക്കം ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു വിടും. എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയുമാണ്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ഉള്ളിൽ പ്രവർത്തിക്കുന്ന യേശു പ്രവർത്തിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കെങ്കിലുമൊക്കെ അറിയണം, സെൻസ് ചെയ്യണം, തിരിച്ചറിയണം. ഇനി ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയൊക്കെയാ ബ്രദറെ പ്രവർത്തിക്കുന്നത്? ഒന്ന്, ദൈവവചനം വായിക്കുമ്പോൾ പ്രൈമറിലി എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു വചനം അങ്ങോട്ട് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് സംസാരിക്കുന്ന പോലെ, എന്നോട് സംസാരിച്ചതുപോലെ. ഇനി ചിലപ്പോൾ വചനം വായിക്കുമ്പോഴായിരിക്കത്തില്ല, ചിലപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും. ഞാനിപ്പോ പറഞ്ഞ യോഹന്നാൻ 6 ഞാൻ ചുമ്മാ ഇരുന്നപ്പോ എന്റെ ഉള്ളിലേക്ക് വന്ന് കയറിയൊരു സംഭവം. ഞാൻ ആ വാക്യത്തെക്കുറിച്ച് ഇന്നും എനിക്ക് അത്രയും ക്ലാരിറ്റി കിട്ടിയില്ല, പക്ഷെ ഞാൻ ഈ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ചുമ്മാ ഞാൻ ഇരുന്നപ്പോ പെട്ടെന്ന് ദൈവം എന്റെ ഇടപെട്ടു. യോഹന്നാൻ 6 പറഞ്ഞിരിക്കുന്ന സംഭവം, അതെ അപ്പോഴാണ് എനിക്ക് ഈ യോഹന്നാൻ 6 ഇത്രയും ക്ലാരിറ്റി ആയിട്ട് കിട്ടി. ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ഞാൻ പ്രസംഗിച്ചിട്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു വാക്യമൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്തിട്ടില്ലേ ഉള്ളൂ, കാരണം എനിക്ക് അത്രയും ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം അതിന് ക്ലാരിറ്റി കിട്ടി. അതെങ്ങനെയാ? നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലിൽ, ചിന്തയിൽ. എല്ലാ ചിന്തകളും ദൈവത്തിന് നല്ല കേട്ടോ. ആ സഹോദരനോട് പറഞ്ഞ് തെറ്റിപ്പോയി, ക്ഷമ ചോദിക്കണം. ഈ ചിന്ത ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ? പറ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ചിന്തയാണെങ്കിൽ ഉള്ള പ്രത്യേകത ഞാൻ പറയാം, അത് എപ്പോഴും വചനവുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കും, വചനത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് പോകത്തില്ല. ഒരാളെ സ്നേഹിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു നന്മ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഒരാൾ ഇങ്ങനെ ദൈവം ഇടപെടുന്നേ. നമ്മൾ പലപ്പോഴും ദൈവത്തെ പുസ്തകത്തിൽ അടക്കി വെച്ചിട്ട് നമ്മൾ രാവിലെ പുസ്തകം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവം, അല്ലാത്തപ്പോൾ ദൈവം ദൈവോടുണ്ട് അല്ലെന്ന്. നോ. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂട്ടത്തിൽ വരികയാ. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയും കർത്താവ് നിൽക്കുകയാ. നിങ്ങൾ ആ മുറിക്കകത്തായിരിക്കുമ്പോൾ അവിടെയും കർത്താവുണ്ട്. ബിക്കോസ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ചോദ്യമാ ഞാൻ പറഞ്ഞത്. ഇത് സെൻസ് ചെയ്യാൻ തുടങ്ങണം സഹോദരങ്ങളെ, ഇത് സെൻസ് ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവം. ചിലപ്പോൾ യേശുവിനെ കുറിച്ച് പറയും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല കർത്താവിനെ സ്തുതിക്കാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണ വരും. എവിടുന്ന വരുന്നേ? ഉള്ളിലെ ജീവനില്ല. ഞാൻ പറയാം, നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൂ. സ്റ്റാർട്ട് ചെയ്തവർ ഓക്കെ, അതിലങ്ങോട്ട് അടുത്ത ലെവൽ അവർ ആക്സിലറേറ്റർ കൊടുത്തു തുടങ്ങും കേട്ടോ. ഫസ്റ്റ് ഗിയറിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യണം, ആ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അരച്ച് നിൽക്കുകയാണ്. അവർ സെക്കൻഡൊക്കെ ഇട്ട് വീണ്ടും അവരിച്ചിരി മുമ്പോട്ട് പോകണം. സെക്കൻഡിൽ പോകുന്നവരെന്ത് ചെയ്തു, തേർഡിലേക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്ന് സെൻസ് ചെയ്ത് നോക്കി, എന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ഉള്ളിൽ. ഇനി നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരോടെങ്കിലുമൊക്കെ ആത്മീയ കാര്യം സംസാരിക്കുമ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയും. അവർക്ക് ഭയങ്കര ഉത്സാഹം. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് ഇങ്ങനെ ചിന്തിക്കാം, ഞാനിത് എവിടെ നിന്നായി പറഞ്ഞേ, ഞാനിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അതങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ.
ഞാൻ പറഞ്ഞത് സഭയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നമ്മളൊന്ന് സെൻസ് ചെയ്യണം സഹോദരങ്ങൾ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദൈവം ദൂരെ അല്ലെന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറക്കണമെന്ന് കരുതി ആ സ്വർഗത്തിലേക്ക് കയറുമെന്ന് പറയരുത്. യേശുവിനെ പാതാളത്തിൽ നിന്ന് കയറ്റണമെന്ന് വെച്ച് ആര് പാതാളത്തിലേക്ക് ഇറങ്ങുമെന്ന് ചിന്തിക്കരുത്. എന്താണ്? വചനം നിങ്ങൾക്ക് സമീപസ്ഥമായി നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഈ വിശ്വാസത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എന്താ? അതിലൂടെ വിശ്വാസം വരും. പിന്നെ യേശു എവിടെയാ? യേശു ഹൃദയത്തിൽ, യേശു ഉള്ളിൽ, യേശു നമ്മുടെ നാവിൽ. അതുകൊണ്ട് ഈ പാട്ട് പാടുന്നത്, അതുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പൊ ചിലർക്ക് ഇപ്പൊ ഒരു സംശയം, ബ്രദറെ, ഇടയ്ക്ക് ചിലപ്പോൾ കൺട്രോൾ പോകുമ്പോൾ ദേഷ്യപ്പെടുമല്ലോ, അത് ഈ പഴയ പുള്ളി കയറി വരുന്ന ആരാ? യേശു ഉണ്ട്, പക്ഷെ ആരുണ്ട് അവിടെ? നമ്മുടെ ആ ജഡം ഉണ്ട്. ജഡം മരിച്ചിട്ടൊന്നും ഇല്ലെന്നേ, അതവിടെ ഉണ്ട്. അവനെ യേശു ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുക. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാതെ വരുമ്പം ആര് കയറും എന്നറിയാവോ? മറ്റേ പുള്ളി കയറി വരും. അപ്പോഴാണ് വായി തോന്നാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിടികിട്ടിയോ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീക വർധനയ്ക്കായി നല്ലതല്ലാതെ ആകാത്തു നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതെന്താ? ആ ജഡത്തിൽ നിന്ന് കയറി വരുന്ന അതും നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഞാൻ പറഞ്ഞത് അത് സെൻസ് ചെയ്യണം. ഈ ഡോക്ടർമാർ, സാറിന് പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി നിങ്ങൾ അറിയണം എന്താണെന്ന്. ഡോക്ടർ മരുന്ന് കുറിക്കുള്ളന്നേ, പക്ഷെ നമ്മൾ അറിയണം നമ്മുടെ ശരീരത്തിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയണമെന്ന് നല്ല ഡോക്ടർമാർ പറഞ്ഞു തരും. എല്ലാരും പറയത്തില്ല, കാരണം അടുത്ത കൺസൾട്ടേഷൻ പോവല്ലോ, അതുകൊണ്ട് പറയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തെ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ സൗരങ്ങളെ? ഉണ്ട് അല്ലേ? നമുക്കറിയാം, കുളിച്ചു കഴിഞ്ഞ് വെളിയിലിറങ്ങി തണുത്ത കാറ്റ് കൊണ്ടാൽ പനി പിടിക്കും നമുക്കറിയാം. അപ്പൊ കുളിച്ചു കഴിഞ്ഞ ഉടനെ ചാടി എന്ത് ചെയ്യത്തില്ല? വെളി ഇറങ്ങത്തില്ല. നമ്മുടെ ബോഡി നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. തണുപ്പത്ത് എന്ത് ചെയ്യും? സ്വെറ്ററോ അല്ലെങ്കിൽ ബ്ലേസറോ കോട്ടോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകും. കാരണം എന്താ? നമ്മുടെ ബോഡി നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തുകൊണ്ട് സെൻസ് ചെയ്തുകൂടാ? നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിലുള്ള കാര്യവും മനുഷ്യാത്മാവ് വരുന്ന കാര്യവും എന്തുകൊണ്ടും സെൻസ് ചെയ്തുകൂടാ? ചിലപ്പോൾ ദേഷ്യം വന്നു, കോപം വന്നു, എന്ത് ചെയ്യണം? കർത്താവേ, എന്റെ ജഡത്തിന്റെ പ്രവൃത്തിക്ക് അടിമപ്പെട്ടു പോയി, എന്നോട് ക്ഷമിക്കണേ. പറഞ്ഞു, കഴിഞ്ഞു, ഫൈൻ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ കർത്താവിൻ്റെ കൂടെ പോവുക. ഇനി ആരെങ്കിലും, ഞാൻ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് വളരെ നാളുകളായിട്ട് ചില വിഷയത്തിൽ ഭാരപ്പെടുന്ന ആര് എന്ന് പറഞ്ഞാൽ, ബ്രദറെ, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, എന്റെ ഈ പർട്ടിക്കുലർ ഏരിയ അഡിക്ഷൻ ആയിരിക്കാം, കം ടു മീ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ആരും അറിയത്തില്ല, നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള പ്രൊവിഷനുണ്ട്. ഞാൻ ആ ടോപ്പിക് ഇപ്പം എടുക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുക. പക്ഷേ ഒരു ദൈവവൈതലിന് തിരിച്ചറിയാം അവന്റെ ഉള്ളിൽ ഒരു ജീവന്റെ വ്യാപാരമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. നോക്കുക, യേശു എപ്പോഴും പിതാവുമായിട്ട് കണക്റ്റഡാ. ഞാൻ അവസാനിപ്പിക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ യേശു പറഞ്ഞു, ഈ മറിയം എന്ന് പറഞ്ഞു എന്ത് ചെയ്യുക, അവർക്ക് കാനായിലെ കല്യാണത്തിനെ അവർക്ക് വീഞ്ഞില്ല, അവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. യേശു എന്താ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അതെന്താ? അത് കഴിഞ്ഞ ഉടനെ യേശു എന്ത് ചെയ്തു? ഉടനെ തന്നെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അതെന്താ അങ്ങനെ ചെയ്തേ? എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ? യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു സഹോദരങ്ങൾ. യേശു പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സഹോദരന്മാർ പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ഇവിടെ കിടന്ന് കളിക്കാതെ എരിശിലേമിൽ എല്ലാം പോകും. യേശു എന്ത് പറഞ്ഞു? ഞാനിപ്പോൾ പെരുന്നാളിന് പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ചില ആൾക്കാർ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയത്. ആ പാട് യേശു തന്നെ ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, യേശു ചെയ്യുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നറിയാവോ? യേശു പിതാവിൽ നിന്ന് കേട്ടിട്ടാ ചെയ്യുന്നത്. ഞാനിപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ യേശു കൊണ്ടിരുന്ന് ശാന്തമായിരിക്കുക. അപ്പൊ പിതാവ് പറഞ്ഞു, മോനെ പെരുന്നാളിന് പോകും. എന്നാ ശരി, പെരുന്നാളിനൊക്കെ പോയേക്കാം. നമുക്ക് യേശുവിന്റെ ജീവിതം ആത്മാവിലുള്ള ജീവിതം. അതുകൊണ്ടാണ് യേശുവിന്റെ പല സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് സെൻസ്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവിക ജീവൻ. ഇതേതാ? പിതാവിന്റെ ജീവൻ യേശുവിൽ, യേശുവിന്റെ ജീവൻ
നമ്മിൽ നമ്മിൽ. അതെന്താ? നിത്യജീവനാ. അതുകൊണ്ട് മരിച്ചാലും പേടിക്കണ്ട. അതുകൊണ്ടാ പറഞ്ഞത് എന്താ അറിയാവോ? മരണഭീതിയിൽ അടിമകളായിരുന്നവർ എന്ത് ചെയ്തു? വിടുവിച്ചു. മരണത്തെ പേടിയില്ല ദൈവവൈതലിന്. വേദനയൊക്കെ അവൻ പേടിക്കുമായിരിക്കും, വേദന ഉണ്ടാവില്ല. പക്ഷെ മരണത്തെ ദൈവവൈതലിന് പേടിയില്ലെന്ന്. കാരണം അവൻ അറിയാം. എന്താണെന്നറിയാമോ? എന്റെ ഉള്ളിലുള്ളത് നിത്യജീവനാ. മരിച്ചാലും എന്ത് ചെയ്യും? ജീവിക്കും, ജീവിക്കും. പിന്നെന്താ? എന്നേക്കും കർത്താവിന്റെ കൂടെ ഞാൻ വാഴാൻ പോവാ. ഞാൻ പറഞ്ഞത് ഈ ആത്മീയ ബോധ്യം അകത്ത് കയറിയാലേ മണവാട്ടിയുടെ ഡാൻസ് വരുള്ള ഞാൻ പറഞ്ഞു. ഇവിടെ ഡാൻസ് ചെയ്യണമെന്നല്ല കേട്ടോ എനിക്ക് ഉദ്ദേശിച്ചത്. പക്ഷേ ഉള്ളിൽ ഒരു പാട്ട്, ഉള്ളിൽ ഒരു സ്തോത്രം, ഉള്ളിൽ ഒരു തുടിപ്പ്. കാരണം എന്താ? ഞാനും എന്റെ യേശുവും ഇപ്പോൾ ആത്മാവിൽ ഒന്നാ. ഇനി ഫിസിക്കലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയം വരാൻ പോവുക. എന്റെ ശരീരം അഴിഞ്ഞു പോയാലും ശരി, എന്ത് ചെയ്യും? ഒരു പുതിയ ശരീരം എനിക്ക് കിട്ടും. എന്റെ ശരീരം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും, രൂപാന്തരപ്പെടും. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയം ഉറപ്പിക്കണം. ഞാനും യേശു രണ്ടല്ലെന്ന്, ഞാനും യേശുവും ഒന്നാ. കാരണം യേശുവിന്റെ ജീവനാ എന്നിൽ വസിക്കുന്നേ. സെൻസിറ്റ്. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ